രാം നാരായണൻ രാം. നാം ജപിക്കുന്ന മന്ത്രം നമ്മുടെ ജീവിതത്തിൻ്റെ പോഷകമാണ്. അതിൻ്റെ ആശ്രയത്തോടെ നാം വിപുലമായ മാർഗത്തിൽ മുന്നേറും. ആ മാർഗം നമ്മുടെ കണക്ക് പൂർണ്ണമായി അന്യമാണ്. അന്യമായ മാർഗം അറിയാൻ ആവശ്യമായ അകത്തുള്ള ആകാംക്ഷ, പ്രബല ആഗ്രഹം, അതേ ഇച്ഛാശക്തിയാൽ നമ്മുടെ ബാഹ്യ ഇന്ദ്രിയങ്ങളിൽ ഉള്ളതിനെ ശബ്ദബ്രഹ്മം ആക്കിയും ആ ശബ്ദത്തിന് ആശ്രയം നൽകിയും നാം ഏകാധിപത്യമുള്ള സൃഷ്ടിയുടെ ഉള്ളിൽ ചേർന്ന് ജീവിക്കാൻ കഴിയും. പേരും മന്ത്രവും അതിനാണ്. മന്ത്രം ഒരു ഭാഷയുടെ രൂപമാണ്. ആ ഭാഷ സ്വീകരിച്ചതിലൂടെ എല്ലാവരിലും അധികാരം ചെലുത്താം. ഇന്നത്തെ ഭാഷാ സംബന്ധമായ തർക്കം ഉൾക്കൊള്ളുന്ന സ്വരത്തിൽ അതിന് ഇടം ഇല്ല. ഒരേയൊരു ഭാഷ മാത്രമാണ്. അതിലൂടെ സ്വയം പരിവർത്തനം നടക്കുന്നു. ആ ശബ്ദത്താൽ, ആ മന്ത്രത്താൽ, ആ ഹുങ്കാര ശബ്ദത്താൽ വിശ്വം വിത്തിയായ സ്വരത്തിലൂടെ സൃഷ്ടി ഉണ്ടാകുന്നു. അതിലൂടെ അനന്തമായ സൃഷ്ടി നടക്കുന്നു. നാം ആ ശബ്ദം, ആ മന്ത്രം, ആ സ്വരത്തിനുള്ളിൽ നിന്നു അനർത്ഥം ചെയ്യാതെ മിണ്ടണം. ആ ശബ്ദത്തെക്കുറിച്ച് നമ്മൾ ജാഗ്രതയോടെ ഇരിക്കണം. ആ ശബ്ദത്തിൽ അണുങ്ങിയ പ്രഭയും ശക്തിയും ഉണ്ട്. അകത്തുള്ള സ്വരത്തോടുകൂടി ചേർന്ന് വിശ്വവിഭവമായ പ്രതിഭാസത്തോടുകൂടി ചേർക്കാൻ നയിക്കുന്നു. അതിനെ പ്രകൃതി പുരുഷ മിലനം എന്ന് വിളിക്കുന്നു. അതേ സ്നേഹം, മായ, ആകർഷണം,